എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ മുട്ട് തേയ്മാനം ഉണ്ടാവുന്നത്? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ജനറ്റിക്സ് തന്നെയാണ്, പാരമ്പര്യമായിട്ടുള്ള. ആൾക്കാർ പലപ്പോഴും ചോദിക്കാറുണ്ട്, കൂടുതൽ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ തേയുമോ സാറ്? ശരിയാ, അത് ഒരു എക്സ്ട്രീംസിലോട്ട് പോകാൻ പാടില്ല. അതിപ്പോൾ ഒരു മിക്സി നമ്മൾ ഉപയോഗിക്കാതിരുന്ന തുരുമ്പിച്ചു പോകും, 24 മണിക്കൂർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കേടായി പോകും. മോഡറേറ്റ് ആയിട്ടുള്ള യൂസ് അല്ലാത്തൊരവസ്ഥയിൽ, എക്സ്ട്രീം ആയിട്ടുള്ള മൂവ്മെന്റ് ചെയ്യുന്നത് ഒരവസ്ഥയിലും ഇഞ്ചുറീസ് വരുന്ന സ്ഥലത്തും തേയ്മാനം വരാനുള്ള സാധ്യതകളുണ്ട്. ഡീജനറേറ്റീവ് ആണ് കൂടുതലായിട്ടുള്ളത്. പ്രായം കൂടുന്നതിനനുസരിച്ച് ഈ കോഴിയിറച്ചി കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം, എല്ലിന്റെ അറ്റത്തുള്ള ഒരു വെളുത്തിരിക്കുന്ന ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, അതാണ് കാർട്ടിലേജ്. ഈ കാർട്ടിലേജ് തേഞ്ഞ് പോകുന്നതാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും ഫ്ലൂയിഡ് കുറഞ്ഞിട്ടാണെന്നുള്ളത്. ആക്ച്വലി അല്ല. അങ്ങനെ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമല്ലോ. ഫ്ലൂയിഡ് കുറയുന്നത്, ഫ്ലൂയിഡ് എപ്പോഴും കാണും. നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ തുറന്നു നോക്കുമ്പോഴും ഫ്ലൂയിഡ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഫ്ലൂയിഡ് കുറയുന്നതല്ല തേയ്മാനം എന്ന് പറയുന്നത്. ഫ്ലൂയിഡിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ചില മാറ്റങ്ങളൊക്കെ വരുമെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ അപ്പോഴും അവിടെ ഉണ്ട്. ഈ കാർട്ടിലേജ് തേഞ്ഞ് പോകും. അത് പ്രായം കൂടുന്നതിനനുസരിച്ചാണ് കൂടുതൽ സാധ്യത. അതല്ലാതെ ഇൻഫ്ലമേറ്ററി കാരണങ്ങളുണ്ട്. വീക്കം, ഫോർ എക്സാമ്പിൾ ആമവാദം മുതലായ ചില റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഗൗട്ട് ആർത്രൈറ്റിസ്, യൂറിക് ആസിഡ് കൂടുതൽ, ഗൗട്ടി ആർത്രൈറ്റിസ്, സൊറിയാസിസ് വന്നിട്ടുള്ള സൊറിയാറ്റിക് ആർത്രൈറ്റിസ്, അങ്ങനെ പലതരം ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ് കാരണവും ആ ജോയിന്റിന് സെക്കൻഡറി ആയിട്ട് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേയ്മാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഭൂരിപക്ഷവും നമ്മൾ കാണുന്ന പ്രായം ഏറി വരുന്നതിനനുസരിച്ച് കാർട്ടിലേജിന് തേഞ്ഞു പോകുന്നിട്ടുള്ള ആർത്രൈറ്റിസ് ആണ് കൂടുതലായിട്ടും കാണുന്നത്.